നിനക്കായി മാത്രം ജീവൻ തന്നവനേ. നീണ്ട വർഷത്തെ സെമിനാരി ഫോർമേഷനിടയ്ക്ക് ചില പാരിഷ് മിനിസ്ട്രിക്ക് വിടാറുണ്ട്. എല്ലാ സൺഡേസിലും കാറ്റിസം പഠിപ്പിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ചില പാരിഷുകളിൽ നിന്ന് ഒരു പാരിഷിൻ്റെ കോണ്ടക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കാനായിരിക്കാം, പാസ്റ്റൽ നീഡ് എന്തെന്ന് തിരിച്ചറിയാനായിരിക്കാം. ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കൊണ്ട് ഓരോ കാലഘട്ടത്തിലും ഒരു പാരിഷ് മിനിസ്ട്രി നൽകുന്നത് ഒരു പതിവുണ്ട്. ഏറെ പ്രത്യേകിച്ച് നൽകുന്നത് ഡീക്കനായതിനു ശേഷമാണ്. 6 മാസക്കാലം ഡയഗ്നേറ്റ് മിനിസ്ട്രി ചെയ്തിട്ടാണ് ഓർഡിനേഷൻ കൊടുക്കുന്നത്. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇനി ചെയ്യാൻ പോകുന്ന മിനിസ്ട്രി അതാണ്, ലൈഫ് ലോങ് ഇനി അത് തന്നെയാണ്. മരണം വരെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് പോലെ ചെയ്ത് പഠിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ തിയററ്റിക്കലായിട്ട് സെമിനാറിൽ കേൾക്കും, പക്ഷെ പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് പഠിക്കണം. അതിനുവേണ്ടി ഓരോ കാലഘട്ടത്തിലും ഓരോ മിനിസ്ട്രിക്കൊക്കെ വിടും. അവസാനം ഡയഗ്നേറ്റ് മിനിസ്ട്രി എന്നോളം പാരിഷിലൊക്കെ വിട്ട് കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ഇങ്ങനെ യേശു തൻ്റെ ശിഷ്യന്മാരെ ഒരു മിനിസ്ട്രിക്ക് വിടുന്നതാണ് ദ ഗോസ്പൽ. യേശുവിന് നന്നായിട്ടറിയാം ഇനി ഉദ്ധാരത്തിന് ശേഷം ഇവരെ ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കാൻ വിടാനുള്ളതാണ്. അതിനുവേണ്ടി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തിയററ്റിക്കലായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ദൈവിക രഹസ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയൊക്കെ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇനി അവർക്ക് കിട്ടേണ്ടത് ഇതൊന്നുമല്ല, കുറച്ച് പ്രാക്ടിക്കൽ സെക്ഷനാണ്. അതുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരെ വിവിധ പ്രദേശങ്ങളിലേക്ക് യേശുവിൻ്റെ ദൗത്യം അറിയിക്കാനായി എത്തിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. യേശുവിനെ അയക്കുമ്പോൾ എല്ലാ കൃപകളോടും വരങ്ങളോടും കൂടിയാണ് അയക്കുന്നത്. പോകുമ്പോൾ രോഗികളെ സുഖപ്പെടുത്തുവാനുള്ള കൃപകൾ നൽകി, ഒരു ഭവനത്തിൽ ചെന്നാൽ സമാധാനം ആശംസിക്കണമെന്നും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്താണ് യേശു അവരെ അയക്കുന്നത്. ഇന്ന് അവർ മിനിസ്ട്രിക്ക് ഇങ്ങനെ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഗോസ്പൽ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം പിടുത്തം കിട്ടും, എന്തുമാത്രം പ്രിപ്പറേഷനോട് കൂടിയാണ് യേശു അവരെ ഒരുക്കിയത്. എന്നിട്ട് ഒരു ട്രെയിനിങ് എന്നോളം അവരെ പലയിടങ്ങളിലും വിട്ട് നോക്കുകയാണ്. അവരെന്തുമാത്രം എക്യുപ്ഡ് ആകുന്നുണ്ട്, എന്തുമാത്രം അവർ കാര്യങ്ങൾ ഗ്രഹിച്ച് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ വായിക്കും അവരൊക്കെ തിരിച്ചു വന്നവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. യേശു ഒരു ട്രെയിനിങ് സെക്ഷൻ അവർക്ക് നടത്തിയിട്ടുണ്ട്. ആ ഒരു ബലം അവർക്കെന്നും കൂടെ ഉണ്ടായിട്ടുമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഗൗരവകരമായ ഒരു യാത്രക്കിടയിൽ എന്തുമാത്രം നമ്മൾ ഒരു ട്രെയിനിങ് സെക്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരിയേറെ ട്രെയിനിങ് സെക്ഷൻ കിട്ടിയിട്ടും നമ്മൾ അവസാനം വരെ നിൽക്കാതെ പോകുന്ന ചില സാഹചര്യങ്ങളില്ലേ. 12 വർഷം മതബോധനം പഠിച്ചിട്ട് പിന്നീട് ഒരു ജീവിതത്തിൻ്റെ ഗൗരവകരമായ ഘട്ടത്തിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിന് ഏറെ ആവശ്യപ്പെടുന്നൊരു ഘട്ടമെത്തുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തെ ഓർക്കാതെ ചില മനുഷ്യരൊക്കെ ജീവിതത്തിന് ഏറ്റവും മോശപ്പെട്ട സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ടാണ് ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ക്രിസ്തുവിനെ കൂട്ടുപിടിക്കാതെ പോകുന്നത്? വലിയൊരു ട്രെയിനിങ് സെക്ഷൻ നമ്മുടെയൊക്കെ സഭയിലുണ്ട്, മതബോധനം. എന്നിട്ടും പലരും ഇന്ന് കൈവിട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? എത്രയോ ധ്യാന കേന്ദ്രങ്ങളിൽ തിരക്കുകളാണ്, എത്രയോ ദേവാലയങ്ങൾ വളരെയധികം ഭക്തിയുടെ കാര്യങ്ങൾ നടക്കുന്നു, എത്രയോ നൊവേന സെൻ്ററുകൾ കൂട്ടമുള്ള ആളുകളെ കാണുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ക്രിസ്തു രൂപപ്പെടാതെ പോകുന്നത്? പ്രിയമുള്ളവരെ, ഈ ട്രെയിനിങ് സെക്ഷനൊക്കെ പിന്നീട് ജീവിക്കാനുള്ള ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞുനാളിൽ അമ്മ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചത് മുതൽ ഈ ട്രെയിനിങ് സെക്ഷൻ ആരംഭിച്ചതാണ്. ഗൗരവകരമായ ജീവിതത്തിൽ എത്തിച്ചേർന്ന നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം, ഏതൊക്കെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലാണ് ഞാൻ എൻ്റെ ക്രിസ്തുവിനെ കൂട്ടുപിടിച്ചത്, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സഹായിച്ചത്, അല്ലെങ്കിൽ മൂല്യങ്ങളെ കൈയോട് ചേർത്ത് പിടിക്കാൻ സഹായിച്ചത്? ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ദൈവിക വിശ്വാസവും ബന്ധങ്ങളും മൂല്യങ്ങളുമൊക്കെ നമ്മളെ കുറച്ചും കൂടി മോശപ്പെട്ട മനുഷ്യരാക്കുന്നുവെന്ന് തിരിച്ചറിവ് ഉള്ളിലുണ്ടാകുന്നില്ലേ? പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു യേശു വളരെ പ്രിപ്പയർഡായിട്ട് തൻ്റെ ശിഷ്യന്മാരെ ഇന്ന് പലയിടങ്ങളിൽ വിട്ടപ്പോൾ അതെല്ലാം വലിയൊരു ഒരുക്കത്തിന് വേണ്ടിയുള്ള ഭാഗമായിരുന്നു. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമുക്ക് ഇതിനേക്കാളും ട്രെയിനിങ് സെക്ഷൻ കിട്ടിയതാണ്. എന്നിട്ട് ഇനിയും നമ്മൾ ആ ട്രെയിനിങ് സെക്ഷൻ്റെയൊക്കെ ബോധ്യങ്ങളുള്ളിൽ സൂക്ഷിച്ചില്ല എങ്കിൽ ഇനി എന്ന് സൂക്ഷിക്കാനാണ്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവിക്കും ഞാൻ നിനക്കായി മാത്രം ജീവൻ തന്നവനേ, ജീവന്റെ ദായകനേ, അർദ്ധപ്രാണനായി വഴിയരികിൽ കിടന്നതാമിന്നെയും കണ്ടവരെല്ലാം കാണാതെ പോയി, കണ്ടിട്ടും മനസ്സലിഞ്ഞില്ല, കണ്ടിട്ടും മനസ്സലിഞ്ഞില്ല. ജീവിക്കും ഞാൻ നിനക്കായി മാത്രം ജീവൻ
ജീവൻ തന്നവനേ, ജീവന്റെ ദായകനേ. മരണമാം ശത്രുവിനും തകർക്കുവാൻ കഴിയാത്ത നിത്യജീവദായകനാ സത്യദൈവപുത്രനാ യേശുനാഥ, എന്നേശുനാഥ. ജീവിക്കും ഞാൻ നിനക്കായി മാത്രം, ജീവൻ തന്നവനേ, ജീവന്റെ ദായകനേ. ഉയർപ്പിൻ പ്രഭയാലുന്നതനാമങ്ങ് മരണനിദ്രയിൽ ആഴ്ന്നിടും മാനവകുലത്തെ ഉയിരിലേക്ക് നയിക്കുന്ന ജീവദായക ശ്രീയേശുനാഥനേ, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം, ജീവൻ തന്നവനേ, ജീവന്റെ ദായകനേ. അർദ്ധപ്രാണന വഴിയരികിൽ കിടന്നതാമെന്നെയും കണ്ടവരെല്ലാം കാണാതെ പോയി, കണ്ടിട്ടും മനസ്സലിഞ്ഞില്ല, കണ്ടിട്ടും മനസ്സലിഞ്ഞില്ല. ജീവിക്കും ഞാൻ നിനക്കായി മാത്രം, ജീവൻ തന്നവനേ, ജീവന്റെ ദായകനേ.